നോക്കടാ. എന്തോ ഒരു ഓടും. ഓടടാ ഓടടാ ഓടടാ. ഈ തെണ്ടിയുടെ പക്ഷം പിടിക്കാൻ ആരെങ്കിലും വന്ന് അടിച്ച് പല്ലേർപ്പിക്കും ഞാൻ. എന്തിനാ ഈ പാവത്തിനെ ഇങ്ങനെ തല്ലുന്നത്? ഇത് ക്യാമ്പസോ അതോ ചന്തയോ? ക്യാമ്പസ്. Go to your classes. I said everybody, go to your classes. ആരടാവൻ? ന്യൂകമറ. ഒരു എല്ല് കൂടുതലാണെന്ന് അവൻ വന്നപ്പോഴേ തെളിയിച്ചു. ആദ്യത്തിന് അവനെ നേരത്തെ ഒന്ന് അടിക്കാമായിരുന്നു. ആ സമയത്ത് പ്രിൻസിപ്പാൾ എത്തിയ അവന്റെ ഭാഗ്യം. അവനോട് കരുതിയിരുന്നോളാം പറ. ഇന്നത്തെ പോലെ ആവരുത്. കൃത്യം 8 മണിക്ക് എന്നെ വിളിക്കണം. ഞാൻ വിളിക്കാടി. ഞാൻ വിജയ്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, അല്ല ഞാൻ പറയാ. ഞാനിവിടെ എഞ്ചിനീയറിംഗിന് പഠിക്കാം. വീട് കണ്ണൂർ അടുത്താ. ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ കുട്ടിയെ പലവട്ടമായി കാണുന്നു. അതിന്? അയ്യോ, ഓർക്കണില്ലേ? 2 ആഴ്ച മുമ്പ്, അതായത് കഴിഞ്ഞ 20-ാം തീയതി രാവിലെ 9:30 റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ട് കൂട്ടിയിടിച്ചത്. അന്ന് കുട്ടിയുടെ ചുരിദാറിന്റെ ഷോളിന്റെ മുന്താണ് എന്റെ ബാഗിൽ ഉടക്കിയത്. മനസ്സിലായി. ഒരു ലവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇത്രയും സിറ്റുവേഷൻസ് ഒക്കെ അധികം. അല്ല, ഇവിടെ എന്തിനു വന്നെന്നാ പറഞ്ഞേ? പഠിക്കാൻ. എങ്കിൽ ആദ്യം പോയി പഠിക്കാൻ.
പേരറിയില്ല, നാടറിയില്ല, വീടറിയില്ല, ജാതി അറിയില്ല, പ്രായമറിയില്ല, ഇനി തമ്മിൽ കാണുമോന്നും അറിയില്ല. ഒന്ന് മാത്രം ആന മുഴുപ്പിലറിയാം, ഇഷ്ടമാണ്. ഇത് കുഴഞ്ഞു പറഞ്ഞ കേസാണ്. ഇതെങ്ങനെ ഒരുമിക്കും? അതല്ല ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത്, ചേട്ടന്റെ എക്സ്പീരിയൻസ് വെച്ച്. അയ്യോ എന്റെ പൊന്ന് വിജയമോൻ, എനിക്കിങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. മോങ്ങാനിരുന്ന നായ. അതായത് ചേട്ടൻ. അതെ, ഞാൻ തന്നെ. എന്റെ തലേ വീണ തേങ്ങയാണ് എന്റെ ഭാര്യ. ഇവള് കണ്ണിറുക്കി കാണിച്ചു, ഞാൻ വീണു. ഇപ്പൊ അത് ഒഴിയാ ബാധയായി. എന്നെ വിളിച്ചോ? ഏയ് ഇല്ലല്ലോ. ഓ, എന്നാ പിന്നെ എനിക്ക് തോന്നിയായിരിക്കും. ഓ, അവിടത്തേക്ക് അങ്ങനെ പലതും തോന്നും. ഇന്നെനിക്ക് തട്ടുകിട്ട് ഒഴിയാ ബാധ എന്ന് പറയുന്നവൾ കേട്ടു. വിജയമോന്റെ മനസ്സിനെ പിടിച്ചു വിളിക്കുക കൊച്ചു സുന്ദരിയെ കുറിച്ച് മൊത്തത്തിലൊരു വർണ്ണന. എങ്ങനെ വേണേലും ആകാം, രസകരമായിരിക്കണം. രസകരമാവും. എന്താ സുരേഷ പ്രശ്നം? അലക്സ് പേര് മറന്നിട്ടില്ലല്ലോ. എല്ലാവരും പറയണത് ഞാനൊരു ദുഷ്ടനാണ്, നുണയാണ്. നല്ല കല്ല് വെച്ച നുണ. അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ ചേരയ്ക്ക് വിഷമില്ല, എനിക്കാണെങ്കിൽ നല്ല കരിമൂർക്കന്റെ വിഷം. നീ എനിക്കെതിരായി സാക്ഷി പറഞ്ഞപ്പോ തന്നെ ദൈവം തമ്പുരാൻ കാലന്റെ പണി എന്നെ ഏൽപ്പിച്ചു. Oh